റാഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ചോർത്തിയ രേഖകൾ തെളിവായി സ്വീകരിക്കരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ കോടതി തള്ളുകയും ഹർജിക്കാർ സമർപ്പിച്ച രേഖകൾ സ്വീകരിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഈ വിധി പ്രതിപക്ഷത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇത് വലിയ തിരിച്ചടിയാണ്. റാഫേൽ ഇടപാടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ആ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ കേൾക്കവെയാണ് പുതിയ രേഖകൾ ഹർജിക്കാർ കോടതിക്ക് കൈമാറിയത്. എന്നാൽ റാഫേൽ രേഖകളുടെ പകർപ്പ് കോടതി പരിഗണിക്കരുതെന്നും പുനഃപരിശോധനാ ഹർജികളിൽ നിന്ന് രേഖകൾ നീക്കം ചെയ്യണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ അനുമതിയില്ലാതെ കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നും പ്രതിരോധ രേഖകളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നും അറ്റോർണി ജനറൽ കോടതിയിൽ വാദിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നുകഴിഞ്ഞ രേഖകൾ എങ്ങനെ കോടതിക്ക് അവഗണിക്കാൻ കഴിയുമെന്നായിരുന്നു ഹർജിക്കാരുടെ ചോദ്യം. ഒടുവിൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം പുതിയ രേഖകൾ കൂടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നു. റാഫേൽ വിഷയത്തിൽ ക്ലീൻ ചീറ്റ് നൽകിയെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം പൊളിഞ്ഞു എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.